ഹലോ എവറിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയ ചരിത്രവും അധികാരത്തിന്റെ തുടക്കവും ഭാഗം 4. പ്രധാന ഉടമ്പടികൾ. പ്രധാന ഉടമ്പടികൾ. കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അനുവദിച്ച ഉടമ്പടി റോയൽ ചാർട്ടർ. കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അനുവദിച്ച ഉടമ്പടി റോയൽ ചാർട്ടർ. ഒന്നാം കർണാടക യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഐക്സ്ല ചാപ്പെല്ല. 1748. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഐസ്ല ചാപ്പല്ലെ, 1748. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി പോണ്ടിച്ചേരി ഉടമ്പടി, 1754. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടി, 1763. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി മദ്രാസ് ഉടമ്പടി, 1769. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി മംഗലാപുരം ഉടമ്പടി, 1784. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി, 1792. ഒന്നാം മറാത്ത യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി സൽബായ് ഉടമ്പടിയാണ്. ഒന്നാം മറാത്ത യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി സൽബായ് ഉടമ്പടി, 1782. രണ്ടാം മറാത്ത യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി രാജ്ഘട്ട് ഉടമ്പടി, 1805. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച ഉടമ്പടി ലാഹോർ ഉടമ്പടി, 1846. 1857 മുമ്പുള്ള കലാപങ്ങൾ. 1857 മുമ്പുള്ള കലാപങ്ങൾ. ആഭ്യന്തര കലാപങ്ങൾ. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഭൂ ഉടമകൾ എന്നിവർ നടത്തുന്നതാണ്. കർഷക കലാപങ്ങൾ. കർഷകർക്ക് നേരെയുള്ള സാമ്പത്തിക ചൂഷണത്തിനെതിരെ. ആദിവാസി പ്രക്ഷോഭങ്ങൾ. ആദിവാസി ജനതയെ ചൂഷണം ചെയ്യുന്നതിനെതിരെ. ആഭ്യന്തര കലാപങ്ങൾ. ഒന്ന്, പഴശ്ശി കലാപം, 1800 to 1805. കോട്ടയം രാജകുടുംബാംഗമാണ് പഴശ്ശി രാജ. ഓക്കെ, കാരണം എന്താണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ മലബാർ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തിയപ്പോൾ പഴശ്ശിക്ക് വരുമാനം ശേഖരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. വയനാട്ടിലെ കുറിച്യ ഗോത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചെങ്കിലും 1805 യുദ്ധത്തിൽ മരിച്ചു. രണ്ട്, വേലുത്തമ്പിയുടെ കലാപം, 1809. തിരുവിതാംകൂറിലെ ദളവ. ബ്രിട്ടീഷുകാർ വിമർശിച്ച മാത്തു തരകനെ പോലുള്ള സമ്പന്ന കുരുമുളക് വ്യാപാരികൾക്ക് നികുതി ചുമത്താൻ തീരുമാനിച്ചു. പാലിയത്തച്ഛന്റെ പിന്തുണയോടെ 1808 അദ്ദേഹം കൊച്ചി റെസിഡന്റ് ബംഗ്ലാവ് ആക്രമിച്ചു. 1809 ജനുവരി 11 കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. മൂന്ന്, കട്ടബൊമ്മൻ വിപ്ലവം പോളിഗർ വിപ്ലവം, 1799 to 1805. പോളിഗർ വിപ്ലവം, കട്ടബൊമ്മൻ വിപ്ലവം. തിരുനെൽവേലി തമിഴ്നാട്ടിലാണ് നടന്നത്. ബ്രിട്ടീഷുകാർ അധികാരം ഉറപ്പിച്ചപ്പോൾ നിർഭാഗ്യവശാൽ അധികാരം നഷ്ടപ്പെട്ട തമിഴ്നാട്ടിലെ സൈനിക ഇടനിലക്കാരായിരുന്നു പോളിഗർ. അനധികൃത നികുതി അടയ്ക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. കട്ടബൊമ്മൻ വിപ്ലവം നയിച്ചത് പാഞ്ചാല കുറിശി ഭരണാധികാരിയായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഓക്കെ. ശിവഗംഗയിലെ പോളിഗർ മരുത് പാണ്ഡ്യൻ അദ്ദേഹത്തെ പിന്തുണച്ചു. കട്ടബൊമ്മനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ആരാണ്? മേജർ ജോൺ ബാനർമാൻ ആണ്. മേജർ ജോൺ ബാനർമാൻ. ഓക്കെ. കട്ടബൊമ്മനെ പരസ്യമായി തൂക്കിലേറ്റിയത് ആരാണ്? കെയർ കോട്ട, തിരുനെൽവേലി. രണ്ടാം പോളിഗർ യുദ്ധം 1800 to 1801. രണ്ടാം പോളിഗർ യുദ്ധം ദക്ഷിണേന്ത്യൻ കലാപം എന്നും പറയുന്നു. രണ്ടാം പോളിഗർ യുദ്ധം ദക്ഷിണേന്ത്യൻ കലാപം എന്നും അറിയപ്പെടുന്നു. അഞ്ച്, കിട്ടൂർ കലാപം, 1824 to 19. കിട്ടൂർ കലാപം 1824 to 19. ബ്രിട്ടീഷുകാർ തന്റെ ദത്തുപുത്രനെ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും കിട്ടൂർ, കർണാടക പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ചെന്നമ്മയുടെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് കിട്ടൂർ കലാപം, 1824 to 19. പരമ്പരാഗത അനന്തരാവകാശികളില്ലാത്ത ഏതൊരു നാട്ടുരാജ്യങ്ങളെയും സ്വയമേവ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് ചേർക്കുമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തത്തിനെതിരെ നടന്ന കലാപം. പ്രാദേശിക തലവനായ റിയാപ്പ അവരെ പിന്തുണച്ചു. എന്നാൽ അവരെ ജയിലിലേക്ക് കൊണ്ടുപോകപ്പെടുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ നാട്ടുരാജാക്കന്മാരും സാമന്തന്മാരും. രാജ ചീത്ത് സിംഗ് ഔദിലെ രാജാവാണ്. രാജ ചീത്ത് സിംഗ് ഔദ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, തിരുനെൽവേലി. ശിവഗംഗ മരുതുപാണ്ഡ്യൻ ശിവഗംഗ. പഴശ്ശിരാജ മലബാർ. കിട്ടൂർ ചെന്നമ്മ കർണാടക. പാലിയത്തച്ചൻ കൊച്ചി. അടുത്തത് കർഷക കലാപങ്ങൾ. സന്യാസി കലാപമാണ് ഒന്നാമത്. സന്യാസി കലാപം 1763 to 800.
സന്യാസി കലാപം 1763 ടു 1800, 1770 ടു 1820 ഓക്കെ, അതും പറയപ്പെടുന്നു. സന്യാസി കലാപം 1763 ടു 800, 1770 ടു 1820. ഓക്കെ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃത വിപ്ലവമാണ് സന്യാസി കലാപം. കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിയിൽ നിന്നുള്ള പലായനം, 1770 ബംഗാൾ ക്ഷാമം, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള നിയന്ത്രണം. ഓക്കെ. സന്യാസി കലാപത്തിന്റെ മേഖല ബംഗാൾ, ബീഹാർ, ഒഡീഷ. ബംഗാൾ, ബീഹാർ, ഒഡീഷ. ഓക്കെ. സന്യാസി കലാപത്തെ ആസ്പദമാക്കി ബംഗാളിയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവൽ ഏതാണ്? ആനന്ദമഠമാണ്. 1882 ആനന്ദമഠം. ഓക്കെ. വന്ദേ മാതരം, വന്ദേ മാതരം ഇതിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം എടുത്തത്. വന്ദേ മാതരം, ആനന്ദമഠം, വന്ദേ മാതരം ഇതിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം എടുത്തത്. 1882. ഓക്കെ. സന്യാസി കലാപം രംഗപൂർ, ധാക്ക, ബോഗ, മൈമൻസിംഗ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. സന്യാസി കലാപം രംഗപൂർ, ധാക്ക, ബോഗ, മൈമൻസിംഗ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. രണ്ടാമത്തത് ഫക്കീർ കലാപമാണ്. 1776 ടു 77. ബംഗാളിൽ അലഞ്ഞു തിരിയുന്ന മുസ്ലിങ്ങളുടെ മറ്റൊരു വിഭാഗമാണ് ഫക്കീറുകൾ. മജ്നു ഷാ ആയിരുന്നു അവരുടെ നേതാവ്. മജ്നു ഷാ, ഫക്കീർ കലാപം ലീഡർ ആയിരുന്നു മജ്നു ഷാ. 1776 ടു 77. ചിരാഗ് അലി ഷാ ബംഗാളിന്റെ വടക്കൻ ജില്ലകളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. പത്താൻമാർ, രജപുത്രന്മാർ, തൊഴിലില്ലാത്ത പട്ടാളക്കാർ എന്നിവരിൽ നിന്നും ഫക്കീറുകൾ പിന്തുണ കണ്ടെത്തി. ഫക്കീർ കലാപത്തിൽ ഹിന്ദുക്കളും പങ്കെടുത്തു. കലാപത്തിന് നേതൃത്വം നൽകിയ ഭവാനി പത്തക്, ദേവി ചൗധരണി എന്നിവർ ഹിന്ദുക്കളായിരുന്നു. പലയിടത്തും ഫക്കീർമാരും സന്യാസിമാരും ഒരുമിച്ച് പോരാടി. മൂന്നാമത്തത് മാപ്പിള കലാപം 1835 ടു 53. 1835 ടു 53. 1853. മലബാറിലെ മുസ്ലിങ്ങൾ മാപ്പിളമാർ എന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. പഴയ സമ്പ്രദായത്തിൽ കർഷകർക്ക് ഭൂ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രങ്ങളും ദേവസ്വം, ബ്രാഹ്മണരും ബ്രഹ്മസം, നാട്ടുരാജാക്കന്മാരും ചേരിക്കൽ ആണ് ഭൂമി കൈവശം വെച്ചിരുന്നത്. ടിപ്പുവിന്റെ കീഴിൽ കർഷകർ ഭൂമിയുടെ ഉടമകളായി തീരുകയും ചെയ്തു. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് നൽകിയപ്പോൾ ഈ ഉയർന്ന ജാതിക്കാർ ഉടമസ്ഥാവകാശം വീണ്ടും ലഭിച്ചു. അങ്ങനെ മലബാറിലെ കർഷകർ 1835 മുതൽ 1853 വരെ ഭൂ ഉടമകൾക്കും ബ്രിട്ടീഷുകാർക്കുമെതിരെ 22 കലാപങ്ങൾ നടത്തി. ഈ കലാപത്തിൽ വധിക്കപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് കനോലി നിലമ്പൂരിലെ തേക്കിൻ തോട്ടം സ്ഥാപിച്ചത് ഇദ്ദേഹമായിരുന്നു. ഓക്കെ. ഈ കലാപങ്ങൾ തടയാൻ 1854 മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിച്ചു. 1854 ഓക്കെ, MSP സ്ഥാപിച്ചത്. ഈ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താൻ നിയോഗിക്കപ്പെട്ട ജഡ്ജി ആരായിരുന്നു? സ്ട്രേഞ്ച്. മാപ്പിള ലഹളകൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ കലാപങ്ങളായിരുന്നില്ല. അവ വർഗീയ ലഹളകളല്ല, കർഷക കലാപങ്ങളായിരുന്നു. 1921 മാപ്പിള കലാപം ഈ ലഹള പരമ്പരയുടെ മൂർധന്യാവസ്ഥയിലായിരുന്നു. തുടർച്ചയായ ഈ കലാപങ്ങളെ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷനാണ്. വില്യം ലോഗൻ കമ്മീഷൻ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപങ്ങൾക്ക് കാരണം എന്ന് കമ്മീഷൻ വിലയിരുത്തി. ഓക്കെ. നാലാമത്തെ വഹാബി പ്രസ്ഥാനം 1830 മുതൽ 1860 വരെ. വഹാബി പ്രസ്ഥാനം സയ്യിദ് അഹമ്മദ് ബറേലി നേതൃത്വം നൽകി. മതപരവും എന്നാൽ കർഷകരുടെ ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്നു. 5. ഫറൈസി പ്രസ്ഥാനം 1838 ടു 57. 1837 ടു 1857. കിഴക്കൻ ബംഗാളിൽ സമീന്തന്മാർക്കെതിരെ കുടിയാന്മാർ നടത്തിയതാണ് ഫറൈസി പ്രസ്ഥാനം. അടുത്തത് ആദിവാസി പ്രക്ഷോഭങ്ങൾ, ട്രൈബൽ റിവോൾട്സ്. ഇന്ത്യയിലെ ഗോത്ര സമൂഹങ്ങൾ വേട്ടയാടൽ, മാറ്റകൃഷി എന്നിവ പരിശീലിക്കുകയും വനത്തിൽ പരമ്പരാഗത അവകാശങ്ങൾ നേടുകയും ചെയ്തു. ഭൂനികുതിയും വനനശീകരണവും ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഇത് മാറ്റിയപ്പോൾ ഇന്ത്യയിലെ ഗോത്രവർഗക്കാർ പ്രതിഷേധിച്ചു. 1. കുറിച്യ കലാപം 1812 വയനാട്. 1812 വയനാട്. കുറിച്യരും കുറുമ്പരും എന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് മേൽ ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയതാണ് കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണം. ഓക്കെ. നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? തോമസ് വാർഡൻ ആണ്. തോമസ് വാർഡൻ. നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ. ഓക്കെ. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? രാമൻ നമ്പിയാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പി. ഓക്കെ.
കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പി. കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം ഇതായിരുന്നു: വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്തു പോവുക. വട്ട തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്തു പോവുക. ഓക്കെ, കുറിച്യ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയ വർഷം 1812 മെയ് 8-ന്. 1812 മെയ് 8-ന്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് T.H. ബേബറാണ്. T.H. ബേബർ. ഓക്കെ, രണ്ടാമത്തെ സന്താൾ കലാപമാണ് 1855-56. എല്ലാവർക്കും അറിയാം, 1855-56. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് സന്താളുകൾ രാജ്മഹൽ കുന്നുകളിൽ താമസമാക്കിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര കലാപമാണ് സന്താൾ റിവോൾട്ട്. 1855-56. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളിൽ സന്താൾ കലാപം നടന്നു. സന്താളുകൾ താമസിച്ച കേന്ദ്രങ്ങളെ ദാമിൻ ഈക്കോ എന്നാണ് വിളിച്ചിരുന്നത്. സന്താളുകളുടെ ഈ കുടിയേറ്റം പഹാരികളുമായുള്ള സംഘർഷത്തിന് ഇടയാക്കി. ഈ സംഘർഷത്തിൽ പഹാരികൾ പരാജയപ്പെട്ടു. സന്താളുകളുടെ ആയുധം അഥവാ മുദ്ര ഏതാണ്? കലപ്പയാണ്, കലപ്പ. പഹാരികളുടെ ആയുധം അഥവാ മുദ്ര ഏതാണ്? കൈക്കോട്ട്, കൈക്കോട്ട്. ബ്രിട്ടീഷുകാർ സ്ഥിരമായ ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയപ്പോൾ കാലങ്ങളായി സന്താൾ കർഷകർ കൃഷി ചെയ്തിരുന്ന ഭൂമി പെട്ടെന്ന് ജമീന്ദന്മാരുടെ കൈകളിലേക്ക് വന്നു. പ്രാദേശിക നേതാക്കൾ ആരായിരുന്നു? സിദ്ധു ആൻഡ് കാനും. സിദ്ധു ആൻഡ് കാനും. അടുത്തത് മൂന്നാമത്തെ ഇൻഡിഗോ കലാപം 1859-60. കലാപം പൊട്ടിപ്പുറപ്പെട്ട വർഷം, പ്രദേശം ബംഗാള്. ഇൻഡിഗോ കലാപം 1859-60. കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ബംഗാള്. ഇൻഡിഗോ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ദിഗംബർ ബിശ്വാസും വിഷ്ണുചരൺ ബിശ്വാസും. ഇൻഡിഗോ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ദിഗംബർ ബിശ്വാസും വിഷ്ണുചരൺ ബിശ്വാസും. കൃഷിയിടത്തിൽ ഏറ്റവും ഫലഭൂയിഷ്ഠ ഉള്ള ഭാഗത്താണ് നീലം കൃഷി നടത്തിയത്. അങ്ങനെ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് സമയത്ത് ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ മൂലം നീലത്തിനു വളരെ കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. തൽഫലമായി ഭക്ഷ്യോൽപാദനം കുറഞ്ഞു. ക്ഷാമം പടർന്നു പിടിച്ചു. 1859 നീലം കൃഷിക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കുകയും കലാപം നടത്തുകയും ചെയ്തു. ഹിന്ദു പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെ ഹരീഷ് ചന്ദ്ര മുഖോപാധ്യ പാവപ്പെട്ട കർഷകരുടെ പോരാട്ടം ജനങ്ങളിലേക്ക് എത്തിച്ചു. നീലം കലാപത്തെ തുടർന്ന് ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ 1859 എന്ന നാടകം വലിയ അലയൊലികൾ ഉണ്ടാക്കി. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ ഇൻഡിഗോ കമ്മീഷൻ 1860 നിയമിച്ചു. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചു. 1860 ഇൻഡിഗോ കമ്മീഷൻ. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്ര വിഭാഗങ്ങൾ നടത്തിയ കലാപം. ബിൽസ് മറാത്തകൾ. കോലി അഹമ്മദ് നഗർ. കോൾസ് ചോട്ടാ നാഗ്പൂർ. സന്താള് രാജ്മഹൽ കുന്ന്. ഓക്കെ, ബിൽസ് കലാപം എവിടെ നടന്നത്? മറാത്തയിലാണ്. മറാത്തയില്. കോലി അഹമ്മദ് നഗറിലാണ് നടന്നത്. കോലി റിവോൾട്ട് അഹമ്മദ് നഗർ. കോൾസ് റിവോൾട്ട് ചോട്ടാ നാഗ്പൂർ. സന്താൾ റിവോൾട്ട് രാജ്മഹൽ കുന്ന്. കുറിച്യ റിവോൾട്ട് വയനാട്. മുണ്ട റിവോൾട്ട് ചോട്ടാ നാഗ്പൂർ. കുക്കി റിവോൾട്ട് മണിപ്പൂർ. ഖാസി റിവോൾട്ട് അസം മേഘാലയ. ഖാസി റിവോൾട്ട് അസം മേഘാലയ. ഒന്നുകൂടി: ബിൽസ് മറാത്തകള്, കോലി അഹമ്മദ് നഗർ, കോൾസ് ചോട്ടാ നാഗ്പൂർ, സന്താൾ രാജ്മഹൽ കുന്ന്, കുറിച്യ വയനാട്, മുണ്ട ചോട്ടാ നാഗ്പൂർ, കുക്കി മണിപ്പൂർ, ഖാസി അസം മേഘാലയ. Thank you so much for listening me. We'll see you next video. Bye.